அம்மா, ப்ரொடியூசர் மோகன் சார் உங்களை பார்க்க வந்திருக்காரு. எங்க? கீழே. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. ഞാൻ രാവിലെ മോഹനെ വിളിച്ചിരുന്നു. പുറത്തു പോയിരിക്കാനും സെർവന്റ് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ വളരെ ബിസിയാ. നാട്ടിൽ നിന്ന് ചേട്ടനും ചേട്ടത്തെയും ഇവിടെ ഒരു കല്യാണത്തിന് വന്നിരുന്നു. ചേച്ചി നിന്റെ ഒരു ഫാനാ. ഞാൻ നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചേച്ചിയോട് സൂചിപ്പിച്ചു. ചേച്ചിക്ക് ആദ്യം വിശ്വാസമായില്ല. അച്ഛനെയും അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ചേച്ചി ഏറ്റിരിക്കുകയാണ്. ഏതായാലും ഈ വർഷം കഴിഞ്ഞു മതി കല്യാണം. ഏറ്റിരിക്കുന്ന പടങ്ങൾ തീർക്കണ്ടേ? കല്യാണം കഴിഞ്ഞാ പിന്നെ അഭിനയം വേണ്ട, കുടുംബം മതി. ഫിലിം ന്യൂസിൽ നീ എന്തോ ഇരുകാലികളുടെ ലോകമോ നാൽക്കാലികളുടെ ലോകമോ ഏതാണ്ട് എഴുതാൻ പോകുന്നു പറഞ്ഞൊരു പരസ്യം കണ്ടു. അല്പം സാഹിത്യം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. ആരെക്കുറിച്ച് ആ സാഹിത്യം? അതൊക്കെ രഹസ്യ. മാസികയിൽ വരുമ്പോ അറിഞ്ഞാ മതി. വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കല്ലേ വെച്ചേ. അതിപ്പോ തന്നെ ആവശ്യം പോലെ ഉണ്ട്. ശരി, അപ്പൊ ഞാൻ വന്നത് നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയാനാ. വന്നിട്ട് കാണാം. ഓക്കെ, ഓക്കെ, ബൈ. 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 അദ്ദേഹത്തെ കണ്ടൊരു വിവരം പറഞ്ഞിട്ട് ഉടനെ പൊക്കോളാവുന്നേ. ഒരു വാക്ക് ചോദിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കിന്നേ, അദ്ദേഹം സമ്മതിക്കണ്ടേ? അങ്ങേരെയും കാത്ത് മറ്റേ ആർട്ടിസ്റ്റുകളും യൂണിറ്റും അങ്ങ് കേരളത്തിൽ കിടക്കയാ. അങ്ങേരോട് മദ്രാസ് വന്നിരുന്ന പിന്നെ അങ്ങനെ എന്ത് ചെയ്യണം? നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ വിളിച്ചുകൊണ്ട് നടക്കണം. എന്റെ കല്യാണം മുടങ്ങിയെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് വൈകുന്നേരം വാ. അപ്പോഴേക്കും എല്ലാം നേരെയാവും. ഇരുകാലികളുടെ ലോകം പ്രതീക്ഷ എന്ന ചിത്രത്തിന്റെ ജൂബിലി ആഘോഷ വേളയിൽ വെച്ചാണ് വിശ്വം ആദ്യമായി രേഖയുമായുള്ള തന്റെ സ്നേഹബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഒരു വർഷത്തിനകം ഞങ്ങളുടെ വിവാഹം നടക്കും. അന്ന് വിശ്വമായിരുന്നു, നല്ലവനായിരുന്നു. തുടർന്ന് അയാൾ താരമായി. അയാളുടെ പേരും മുഖവും തിളങ്ങിയപ്പോൾ മനസ്സിരണ്ടു തുടങ്ങി. ഒന്നെത്രോ എന്തൊക്കെ തോന്നിവാസങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. കുടുംബം കലക്കി. എന്തായാലും ശരി, അവളെ വെറുതെ വിടരുത്. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ പോയ കാര്യം എന്തായി? നാണക്കേടാ. എങ്കിലും കാല് വരെ പിടിച്ചു നോക്കി. അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ പെണ്ണ് സമ്മതിക്കില്ല. ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ നടനായാലും ശരി, അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. പിന്നെ നിർബന്ധിച്ച് നടത്തിയാൽ ആ രേഖ ചത്തതുപോലെ അവളും കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന്. ഇങ്ങനെയൊക്കെ ഒരു മോള് പറഞ്ഞാ പിന്നെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും സാർ? ഇരുകാലുകളുടെ തൊഴുത്തിൽ നീ എന്നെ കെട്ടി. എന്റെ വിവാഹം മുടങ്ങി. ഇനി നിനക്ക് ആഘോഷിക്കാം. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ. അറിഞ്ഞടേ, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ നിലവാരം ഇടിയും. കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ പെണ്ണും ഇനി എന്നെ വിവാഹം കഴിക്കില്ല. അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും, അല്ലേ? പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശമല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? 10 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി. ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ, സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഭീരുവായി അവൾ ആത്മഹത്യ ചെയ്തു. വസ്ത്രം മാറുന്ന പോലെ കാമുകിമാര് മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും. പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് ഓർത്താൽ നന്ന്. നീ ആരുടേത് പറയാൻ? പ്രവാചകയോ? ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കുറെ ഒച്ചയും പേടൊക്കെ ഉണ്ടാക്കി. പേടിച്ചു പിടിച്ച് അയാൾ രാജിവെച്ചു. വിരോധമുള്ള എല്ലാരെയും അതുപോലെ കരുവാരി തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കരുതിക്കോ. നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം. അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാരുടെ കത്തുകളായതൊക്കെ. അശ്വതിയുടെ ഇരുകാലാളുടെ ലോകം ഗംഭീരായി. ഇരുകാലാളോ? ആ, ദേ നോക്കടോ. മന്തി ഭാർഗവ, രാജിവച്ചാൻ, കരണം, അശ്വതിയ. ഇങ്ങോട്ട് കൊണ്ടുപോടോ. ഞാൻ തന്നെ ഭേദം. മന്തി ഭാർഗവ. ആ, ഇത് തന്നെയല്ലേ ഞാനും വായിച്ചത്. 24 അക്ഷരത്തിൽ 36 തെറ്റ്. തെറ്റിയതിൽ കുറ്റമില്ല. എഴുതിയ ആൾ അധ്യാപിക, അതും ഹൈസ്കൂളില്. ആഹാ. അടുത്ത ലക്കത്തിലുള്ള മാറ്റർ കിട്ടിയോളൂ. കിട്ടിയില്ല. ഇനി എപ്പോഴാ പ്രിന്റിങ് തുടങ്ങണ്ടേ? അവരിവിടെ കണ്ടുണ്ടല്ലോ ഏതോ ഷൂട്ടിംഗ് പ്രമാണിച്ച്. ഓ, ഞാൻ കണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് മാറ്റർ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആരെ കുറിച്ചാണോ അടുത്തത്? മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ. പക്ഷേ അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ല.
എന്താ മുഖത്തൊരു വല്ലായ്മ? മന്ത്രിയെ കുറിച്ചായതുകൊണ്ടാണോ? മന്ത്രി ഭാർഗവനായതുകൊണ്ടാ. ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവനെ ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ്? കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ച് മന്ത്രിയായാൽ എന്നെ കൊണ്ട് അയാൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യിക്കും. ആ കുമാർ, തന്നോട് പറയാൻ മറന്നുപോയി. എന്താ സാർ? കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു. പേര് പറഞ്ഞില്ല. അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അയാൾക്ക് അറിയണമെന്ന്. ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണെന്ന് എടുത്തു ചോദിച്ചു. പ്രൊഡ്യൂസർ തോമസ്? അതാരാ? ഞാൻ തോമസ് ആണ്. മന്ത്രി ഭാർഗവൻ സാറിന്റെ വീടല്ലേ? ആരാ സംസാരിക്കുന്നത്? മന്ത്രി ആയിരുന്ന ഭാർഗവൻ തന്നെയാണോ സംസാരിക്കുന്നേ? സാർ, ഞാൻ ആ മാസികക്കാരെ വിളിച്ചിരുന്നു. പക്ഷെ അടുത്ത ആളെ കുറിച്ചുള്ള മാറ്റർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത്. പച്ചക്കള്ളം. ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം പറയോ? അതല്ല സാർ, എന്റെ ഒരു പരിചയക്കാരൻ ആ മാസികയിൽ ജോലി ചെയ്യുന്നുണ്ട്. അയാളും പറഞ്ഞു മാറ്റർ ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. 2-3 ലക്ഷം വേണമെങ്കിൽ അവൾക്ക് വൈകിട്ടേക്കാം. എന്നാലെങ്കിലും അങ്ങനെ പേടിച്ചാലോ തോമസേ? സാറിനത് പറയാം. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക. ഈ സമയത്ത് അവള് കയറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ. അതുകൊണ്ടാ ആ വിശ്വത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയതെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കിടിച്ചു പോയി. അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അവൾ ചെന്നൊന്ന് കണ്ടാലോ? ഞാൻ വേണമെങ്കിൽ അവിടെ കാല് പിടിക്കാം സാർ. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രയ്ക്കും തരം താളിലടോ തോമസേ? ഹലോ ഹലോ. വേഗം കേട്ട് നേരത്തെ പോണം. ഹലോ, പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ്. സ്റ്റണ്ട് ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ? ഹിന്ദി പടത്തിന് ബോംബെക്ക് പോയിരിക്കുന്നോ? നാശം. എങ്ങനെ? വേറെ ആളയക്കുന്ന കാര്യമേ ഞാൻ ഡയറക്ടറോടൊന്ന് ചോദിക്കട്ടെ. എന്താ കണ്ണു തിരിയിലാണ് മുണ്ടം? കോസ്റ്റ്യൂമർ നടക്കുന്നു, കോസ്റ്റ്യൂമർ. സാർ, സ്റ്റണ്ട് ഡയറക്ടർ വരുന്നില്ലെന്ന് സാർ. താൻ ഒരു കാര്യം ചെയ്യും, ആ പാഷയോട് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റിന് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റ്. ഹലോ, ആരാ വേണ്ടത്? ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മെഡ്രാസ് സ്റ്റണ്ട് യൂണിയൻ ഓഫീസിലോട്ടേ ഒരു കോൾ ഒന്ന് ബുക്ക് ചെയ്യണം. ഇപ്പൊ സംസാരിച്ച നമ്പർ തന്നെയല്ലേ? ആ നമ്പറിനാണ് സാർ, അർജന്റ്. പിന്നെ മദ്രാസിൽ നിന്ന് സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണ് വരും. അവർക്ക് റൂം നമ്പർ 34 തന്നെ കൊടുക്കണം. ശരി, കൊടുക്കാം. മിസ്റ്റർ കൃഷ്ണൻ, എന്തോ ആശുപത്രി റെഡിയാ വരാൻ പറയൂ. ഇപ്പൊ കൊണ്ടുവരാം സാർ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ മോഹൻ? ശരി, ശനിയാഴ്ച ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനിവിടെ ഉണ്ടാവുമെന്നേ. ശരി, ബൈ. അതെ. ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഗുഡ് മോർണിംഗ് സാർ. ഷൂട്ടിംഗ് എപ്പോഴാ? സാറി വന്നേ. ഡയറക്ടർ ആകെ മൂടവിട്ടില്ല. പോയിട്ട് പിന്നെ വാ. കർത്താവേ, ഏത് നേരത്താണോ? എന്ത് പറ്റി? അല്ലേ, ഷൂട്ടിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അയാൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെന്ന്. എടോ, താൻ ഒരു ഒറ്റ ഒരുത്തക്കാരനാ ഞാൻ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. വല്ല കലിങ്കോ പാലോ പറഞ്ഞ എന്റെ കുഞ്ഞിനെ കഴിച്ചോണ്ടേ. പടം പിടിക്കാൻ പറഞ്ഞത് ഞാനാ, പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് അവസരപ്പിച്ചനാ. നല്ല മര്യാദക്കാര് പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് വരുമായിരുന്നല്ലോ. എടോ, എവിടെയോ തന്നെ ഹീറോയിനി വരുന്നുണ്ട് സാർ. അമ്മമാരാണ് കിറങ്ങാറായില്ലേ? ഇപ്പൊ വരും സാർ. ഔസേപ്പച്ചൻ രാവിലെ എന്നെയാണോ ചീത്ത പറയുന്നത്? ഏയ്, ഞാനോ? ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റായി. വെളുപ്പിനെ 3 മണിക്കാ എത്തിയത്. ഔസേപ്പച്ചൻ അറിയോ? അത് പിന്നെ എനിക്കറിയത്തില്ലയോ? അശ്വതിയെ എന്തിനാ നേരത്തെ വിളിച്ചത് ഞാൻ കൃഷ്ണോട് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ. അപ്പോഴേക്കും ഔസേപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വണ്ടി കയറ്റി അയക്കണോ? ആണോ ഇങ്ങോട്ട്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
ചക്കരപ്പന്തലിൽ തേൻ മലർച്ചൊരിയും ചക്രവർത്തി കുമാര. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? നിങ്ങളൊന്ന് കഴിക്കുന്നില്ലേ? വരുന്നടി. അശ്വതി റൂമിലുണ്ടോ? ഉണ്ട് സാർ. താങ്ക്സ്. നമസ്കാരം സാർ. ഒരാളുണ്ടോ? ഇല്ല സാർ, ഇപ്പൊ വീട്ടിൽ പോയതേ ഉള്ളൂ. വാ. ഹലോ, ഗുഡ് ഈവനിങ് ഹോട്ടൽ പ്രസിഡന്റ്. ആരെയാ വേണം? അശ്വതിയോ? പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, മാഡത്തിന്റെ കാറുണ്ട്. പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ ഹലോ, സോറി, കട്ടായി. കോളോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു.